ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ്റെ ഫോട്ടോകളെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടി കഴിയുമോ? ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ്സിന് വേണ്ടിയോ നമ്മൾ നടത്തുന്ന ഒരു പ്രസൻറ്റേഷന് വേണ്ടിയോ നമ്മൾ തയ്യാറാക്കിയ സ്ലൈഡുകളും ചിത്രങ്ങളും ഒരു വീഡിയോ ആക്കി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? Kdenlive എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിത്രങ്ങളെയും സ്ലൈഡുകളെയും മനോഹരമായ വീഡിയോകളാക്കി മാറ്റാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫോട്ടോകളെയും സ്ലൈഡുകളെയും വീഡിയോ രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് വീഡിയോകളാക്കി മാറ്റാൻ ആവശ്യമുള്ള ഫോട്ടോകളും അതുപോലെ തന്നെ സ്ലൈഡുകളും ഒരു ഫോൾഡറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായി ചെയ്യാനുള്ളത്. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ മൈ ഗാർഡൻ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഫോൾഡറിനകത്ത് എനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങളൊക്കെ തന്നെ അടുക്കി വെച്ചിരിക്കുകയാണ്. 13 ചിത്രങ്ങളാണുള്ളത്. എനിക്ക് ഈ ചിത്രങ്ങൾ വരേണ്ടുന്ന അതേ ക്രമത്തിൽ തന്നെ ചിത്രങ്ങൾ വെച്ച് അതിന് നമ്പറുകൾ കൊടുത്തിരിക്കുകയാണ്. നമ്പറുകൾ കൊടുക്കുമ്പോൾ അതേ ക്രമത്തിൽ തന്നെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഒരു മ്യൂസിക് കൂടെ ഇതിനകത്ത് നമുക്ക് ചേർക്കണം. ആ മ്യൂസിക്കും ഞാനിവിടെ ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ ഈ ഫോൾഡറിനകത്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് Kdenlive തുറക്കാം. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫയലിൽ ന്യൂ എടുത്തു 1080p 30 fps കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് Kdenlive സജ്ജമായി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആഡ് ടൈറ്റിൽ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആഡ് ക്ലിപ്പ്, ആഡ് കളർ ക്ലിപ്പ്, ആഡ് സ്ലൈഡ് ഷോ ക്ലിപ്പ്, ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ കാണാം. അതിൽ ആഡ് സ്ലൈഡ് ഷോ ക്ലിപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ വരും. ഈ വിൻഡോൻ്റെ അകത്ത് നമുക്ക് സ്ലൈഡ് ഷോയുടെ ഒരു പേര് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ സ്ലൈഡ് ഷോ എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ 2 സ്ലൈഡ് ഷോ ഒരേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് പേര് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ബിന്നിലേക്ക് സ്ലൈഡ് ഷോ വരുമ്പോൾ മാറിപ്പോകും. അപ്പോൾ നമുക്കിവിടെ സ്ലൈഡ് ഷോ ക്ലിപ്പിന് ഒരു പേര് കൊടുക്കുകയാണ്. മൈ ഗാർഡൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ ഫോൾഡർ എവിടെയാണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിന് ഇവിടെ ഓപ്പൺ ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പോയി ഡെസ്ക്ടോപ്പ് തുറന്നു. എന്നിട്ട് മൈ ഗാർഡനിൽ ക്ലിക്ക് ചെയ്തു. തുറക്കരുത്, അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക മാത്രം ചെയ്യുക. എന്നിട്ട് ചൂസ് കൊടുക്കുക. അപ്പോൾ ആ ഫോൾഡറിനകത്തുള്ള മുഴുവൻ ഫോട്ടോസും ഇതിനകത്തേക്ക് വന്നിരിക്കും. ഫോട്ടോസ് മാത്രം വന്നിരിക്കും. കാരണം നമ്മൾ ഇവിടെ ഇമേജ് ടൈപ്പ് ഇവിടെ എങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, JPG ആണ്. അപ്പോൾ JPGയിലുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ടേക്ക് ഇവിടെ ഈ ബോക്സിനകത്തേക്ക് കയറി വന്നത് കാണാം. ഇനി നമുക്ക് ഫ്രെയിം ഡ്യൂറേഷൻ, ഓരോ ചിത്രങ്ങളും എത്ര സെക്കൻഡുകൾ വീതമാണ് വരേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആദ്യത്തെ 2 ഹവേഴ്സിനെയാണ് കാണിക്കുന്നത്. ഇത് മിനിറ്റ്സ് ആണ്, ഇത് സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് 5 സെക്കൻഡാണ്. നമുക്കത് വേണേൽ അല്പം കുറച്ച് കൊടുക്കാം. 4 സെക്കൻഡോ 3 സെക്കൻഡോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ മാറ്റാം. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഇവിടെ ലൂപ്പ്, സെൻറ്റർ ക്രോപ്പ് അതൊന്നും വേണ്ട. നമുക്കിവിടെ ഡിസോൾവ് കൊടുക്കാം. അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ആനിമേഷൻ്റെ മൂവ്മെൻ്റാണത്. പിന്നെ ഇവിടെ വൈപ്പിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. ഒരുപാട് സ്റ്റൈൽ ഇവിടെ കാണാം. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ്. പ്രൊജക്റ്റ് ബിന്നിൽ നമുക്ക് സ്ലൈഡ് കാണാം. ഇത് നമുക്കെടുത്തിട്ട് ഈ വീഡിയോ ട്രാക്കിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും ക്രമത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇനി നമുക്ക് ഇതിനൊരു ഇഫക്റ്റ് കൊടുക്കാം. ആഡ് ഇഫക്ട്സിൽ ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് മനോഹരമാവും. അതുപോലെ തന്നെ ഇതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ആഡ് ഇഫക്ട്സിൽ ഫെയ്ഡ് ടു ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നതും മനോഹരമാകും. ഇനി നമുക്ക് ഈ ക്ലിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടൈറ്റിൽ വേണം. അപ്പോൾ നമ്മളിതിവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക. അപ്പോൾ ടൈറ്റിൽ ക്ലിപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മുമ്പത്തെ 2 എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമ്മൾ ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കും വരിക. അത് വേണമെങ്കിൽ ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് കളർ വേണ്ടവർക്ക് കളർ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫോണ്ട് സൈസ് കൂട്ടി കൊടുത്തു. വേണമെങ്കിൽ ഫോണ്ട് ഒന്ന് മാറ്റാം. ഇപ്പോൾ രചനയാണുള്ളത്, അത് മാറ്റിയിട്ട് വേറൊരു ഫോണ്ട് കൊടുക്കാം. വേറൊരു ഫോണ്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ലെറ്റർ സ്പേസിംഗ് ഒന്ന് മാറ്റാം. ഇങ്ങനെ വന്നു. വേണമെങ്കിൽ കളറൊന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനെ വന്നു. എന്നിട്ട് ഒരു ടെക്സ്റ്റ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ പുതിയ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നു. മൈ ഗാർഡൻ എന്ന് കൊടുത്തിരിക്കുകയാണ്. അതും വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ വലുതാക്കാം. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇങ്ങനെ ആവശ്യമുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഇതിനകത്തൊരു ചിത്രം ചേർക്കണമെങ്കിൽ ഇവിടെ ആഡ് ഇമേജിൽ പോയിട്ടൊരു ചിത്രം കൊണ്ടുവന്ന് ചെറുതാക്കി. അതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതിന് ആനിമേഷൻ വേണമെങ്കിൽ അത് കൊടുക്കുക. ഒരു ആനിമേഷൻ, സിമ്പിൾ ആനിമേഷൻ നമുക്ക് കൊടുക്കാം. ആഡ് സ്റ്റാർട്ട് എഡിറ്റ്, ഒരു സിമ്പിൾ ആനിമേഷൻ കൊടുക്കാം. ഇനി ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ടൈറ്റിൽ ക്ലിപ്പിന് പേര് കൊടുക്കുകയാണ്. ഇത് ടൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ടൈറ്റിൽ എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. എന്നിട്ട് ഈ ടൈറ്റിൽ ക്ലിപ്പ് നമുക്ക് വലിച്ചിട്ട് ആദ്യം ഇടാം. എന്നിട്ട് ഇവിടെ ഇതെടുത്ത് വെക്കുന്നു. പിന്നെ നമുക്ക് അവസാനം താങ്ക് യു വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരു താങ്ക് യു ഇവിടെ ഉണ്ടാക്കാം. പിന്നെ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ, സാധാരണ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഓരോ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വേണ്ട സ്ഥലത്ത് പോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക, ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ ഡിസ്ക്രിപ്ഷൻ വരേണ്ടത് അവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നു. ആ ടൈറ്റിലിന് പേര് കൊടുക്കുന്നു, എന്താണ് ആ ടൈറ്റിൽ എന്ന്. എന്നിട്ട് അത് വലിച്ചിട്ട് ഇവിടെ വെക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ സ്ലൈഡിൽ നിന്നും പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടൈറ്റിൽ ക്ലിപ്പുകളായി ഓരോ സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതിനൊരു മ്യൂസിക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മ്യൂസിക് നേരത്തെ ആ ഫോൾഡറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുക്കുക, ആഡ് ക്ലിപ്പ് കൊടുക്കുക. ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡെസ്ക്ടോപ്പിൽ ഗാർഡൻ എന്ന് പറയുന്നത് മൈ ഗാർഡനിലാണുള്ളത്. അതിനകത്ത് ഇങ്ങനെയൊരു ഓഡിയോ കാണാം. അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഓഡിയോ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ഓഡിയോ എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത, ഇവിടം വരെയാണ് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓഡിയോ എത്തിയിരിക്കുകയാണ്. ഈ ഓഡിയോ ഇതിൻ്റെ കൂടെ പ്ലേ ആവും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ നമുക്ക് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കാനും സ്റ്റിൽ ഫോട്ടോസിനെ വീഡിയോ ആക്കി മാറ്റാം. സ്ലൈഡുകളെയും വീഡിയോ ആക്കി, മനോഹരമായ വീഡിയോ ആക്കി മാറ്റാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് ഒക്കെ തന്നെ നമുക്ക്
സ്റ്റിൽ ഫോട്ടോ ആയിട്ട് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിതുപോലെ മനോഹരമായ വീഡിയോ ആക്കി മാറ്റാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഈ ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.